ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പത്രങ്ങൾ എഴുതി കൊഴിപ്പിക്കുന്നത് പോലെ ഉരുക്ക് തന്നെയാ അവളുടെ മനസ്സ് അല്ലേ? പുറത്തു നിൽക്കാൻ എനിക്ക് ആവാതെ പോയി. അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ടല്ലോ. നമുക്കെതിരെ നിൽക്കുന്നത് ആരായാലും ഒരു കാരണവശാലും വെറുതെ വിടരുത്. മല്ലിക്ക് ഇവിടെ ഈ കോടതി മുറിയിലിരിക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടോ നോക്കിക്കേ. ഇല്ല. മല്ലിക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ? മല്ലി പോയി വിശ്രമിച്ചോളൂ. യുവർ ഓണർ, ഇപ്പോൾ എന്റെ മുന്നിൽ നിന്നിരുന്ന പെൺകുട്ടി പ്രിയങ്ക അല്ല എന്ന് വാദിക്കാൻ ഞാൻ തയ്യാറല്ല. അത് പ്രിയങ്ക തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ കേസിലെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരേണ്ടത് ഇപ്പോഴും ഓർമ്മയില്ലാതിരിക്കുന്ന പ്രിയങ്കയുടെ നാവിൽ നിന്ന് തന്നെയാണ്. നാടോടികളുടെ കൂട്ടത്തിൽ നിന്നും ചന്ദ്രശേഖരന്റെ മകനും സിയെയും മോചിപ്പിച്ചു കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയെന്ന് പറയുന്ന പ്രിയങ്ക ഇപ്പോഴും യഥാർത്ഥ ബോധത്തിലല്ല. തങ്ങളാണ് പ്രിയങ്കയെ തട്ടിക്കൊണ്ടു പോയതെന്ന് കുറ്റസമ്മതം കോടതിയിൽ നിലനിൽക്കെ അത് കാണാതിരിക്കാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയങ്കയ്ക്ക് പകരം മറ്റൊരു നിരപരാധിയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതും ഇതേ സംഘം തന്നെയായിരിക്കും. ആ സംഘത്തിന്റെ പിന്നിൽ ഈ നിൽക്കുന്ന ചന്ദ്രശേഖരനും അയാൾക്ക് ഒത്താശ ചെയ്ത സിയെയും തന്നെയായിരിക്കുമെന്ന് ഞാൻ വ്യക്തമായി സംശയിക്കുന്നു. ഈ കേസിന്റെ സുഗമമായ അവസാനത്തിന് പ്രിയങ്കയ്ക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സ തുടരുവാനും ചന്ദ്രശേഖരനെ തിരിച്ച് ജയിലിലേക്ക് അയക്കുവാനും സിഐയുടെ സസ്പെൻഷൻ തുടരുവാനും ഞാൻ അപേക്ഷിക്കുന്നു. നാളെ ഒരു ദിവസം ഇതെല്ലാം അതിജീവിച്ച് ഇവരെല്ലാവരും നിരപരാധികളാകുന്ന നല്ലൊരു ദിവസം ഉണ്ടായിക്കോട്ടെ. അതിൽ ഞാനും സന്തോഷിക്കുന്നു. പക്ഷേ മരിച്ച പെൺകുട്ടി ആരായിരുന്നെന്നും കൊന്നത് ആരായിരുന്നെന്നും കൃത്യമായിട്ട് സമൂഹത്തിന് ഉത്തരം കിട്ടിയിരിക്കണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കേസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. APP ഉയർത്തിയ ന്യായങ്ങൾ തെറ്റാണെന്ന് ഈ കോടതി ഇപ്പൊ പറയുന്നില്ലെങ്കിലും അഡ്വക്കേറ്റ് ആരതി വർമ്മ ഉയർത്തിയ കാര്യങ്ങൾ നിലനിൽക്കുന്നതാണെന്നും കോടതിക്ക് ബോധ്യം വന്നു. പ്രിയങ്കയുടെ മനോനില നേരെയാവുന്നതുവരെ ഈ കേസിന്റെ ശിക്ഷാവിധി അതേ രീതിയിൽ തന്നെ നിലനിൽക്കും. ചന്ദ്രശേഖരന്റെ ജയിൽവാസവും സിഐയുടെ സസ്പെൻഷനും അതേ രീതിയിൽ തന്നെ തുടരുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ കേസിന്റെ ഒരു പൂർണ്ണത നമുക്കിടയിൽ എത്താൻ ഇടയാവട്ടെ. സമൂഹത്തിന് ഒരു പുതിയ ദിശാബോധം ഉണ്ടാകുന്ന വിധത്തിൽ ഈ കേസിന്റെ പരിസമാപ്തി ഉണ്ടാവട്ടെ എന്ന് കോടതി പ്രത്യാശിക്കുന്നു.
തുടരന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് കോടതി ഉത്തരവാകുന്നു. നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും അവൾ അട്ടിമറിച്ച് കളഞ്ഞല്ലോ ഗൗതം. എത്ര കഷ്ടപ്പെട്ടത് അവക്ക് വേണ്ടി. അത് ഇവിടെ വരെ എത്തിയത് തോൽക്കാൻ വേണ്ടിയായിരുന്നു അച്ഛാ. സോറി അച്ഛാ. സാരമില്ലടാ, ഇന്ന് ഞാൻ പുറത്തെത്തുന്നുള്ള പ്രതീക്ഷയിലാണ് കോടതിയിലേക്ക് വന്നത്. ഇതിനേക്കാൾ വലിയൊരു തെളിവ് ആർക്കും അവതരിപ്പിക്കാനില്ലായിരുന്നല്ലോ. ഇതിലും വലിയൊരു കാര്യം കൺമുന്നിൽ നടന്നിട്ടും അഡ്വക്കേറ്റ് ആരതിവർമ്മ ഒന്ന് പതറിയതുപോലുമില്ല. പത്രങ്ങൾ എഴുതി കൊഴിപ്പിക്കുന്നത് പോലെ ഉരുക്ക് തന്നെയാ അവളുടെ മനസ്സ്, അല്ലേ? പുറത്തു നിൽക്കാൻ എനിക്ക് ആവാതെ പോയി. അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ടല്ലോ. നമുക്കെതിരെ നിൽക്കുന്നത് ആരായാലും ഒരു കാരണവശാലും വെറുതെ വിടരുത്. അവള് വരുന്നുണ്ട്. നീ എന്ത് ഭ്രാന്ത പ്രിയക കോടതി മുറിയിൽ പറഞ്ഞത്? എന്തു പറ്റി നിനക്ക്? ആരാ നിങ്ങളൊക്കെ? ആരാ? എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒറ്റടിക്ക് തീർത്തുകളയാ വേണ്ടത്. നാശത്തിന്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോനെ. അവൾക്ക് സുഖമില്ലാത്തോണ്ടല്ലേ. ഓർമ്മ വീണപ്പോ എല്ലാത്തിനും കൂട്ടു നിൽക്കാന്ന് അവള് പറഞ്ഞതല്ലേ. മോനൊന്ന് ക്ഷമിക്ക്. നമുക്ക് തിരിച്ച് ഡോക്ടറെ അടുത്തേക്ക് പോകാം. എത്രയും പെട്ടെന്ന് നമുക്ക് സുഖമാവട്ടെ. മോൻ പ്രിയങ്കമ്മോൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. അത് എന്റെ മോളോടുള്ള സ്നേഹമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവളുടെ അവസ്ഥ ഇങ്ങനെയായി പോയില്ലേ. സാരമില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കല്ലേ. ഡോക്ടറെ കണ്ട കാര്യങ്ങൾ പറയും. ട്രീറ്റ്മെന്റ് നടക്കട്ടെ. മോനെ, ഞങ്ങള് വണ്ടിയിലിരിക്കാം. ഇവിടെ ഇങ്ങനെ നിന്നാ കൊച്ചിന് എന്തെങ്കിലും വന്നാലോ. പോമടെ. ഏയ്, വാ.